ഹായ്. അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങി. ഞാൻ ആ പമ്പിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷായി, കുളിച്ചിട്ടില്ല കേട്ടോ, കുളിക്കണം. കുളിച്ചിട്ടില്ല. ഇപ്പോൾ അവർ ഫ്രഷായിട്ട് യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രവിയാണ്. അപ്പോൾ ഇന്നത്തെ ചായ വാങ്ങി തന്നത്, ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തന്നിരിക്കുന്ന രവിയാണ്. രവിക്ക് വലിയൊരു താങ്ക്സ്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നല്ല സ്ഥലം തന്നെ കിട്ടി. അടിപൊളി സ്ഥലം അല്ലേ? നമ്മളെ കേരളം പോലെ നെൽകൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലം, അടിപൊളി സ്ഥലം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടുന്ന് കൈ കഴുകാമെന്ന് വിചാരിക്കുന്നു, അല്ലെല്ലാം തോന്നുന്നു. അപ്പൊ നമ്മൾ നഞ്ചങ്കോട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നഞ്ചങ്കോട് അപ്പൊ ഇവര് ന്യൂസ് 8ന്റെ ടീമാണ്. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തി. അപ്പോൾ എന്നോട് എവിടേക്കാണ് പോണത്, എന്താണ് റീസൺ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നെ കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നതാണ്. ഇത് കർണാടക ന്യൂസ് 18 ചാനലാണ് കേട്ടോ. കർണാടകയിലെ ന്യൂസ് 8ന്റെ ടീമാണ് വന്നത്. അവർ ചെറിയൊരു ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്താണ് ട്രാവലിങ്ങിൻ്റെ പർപ്പസ്, എന്തുദ്ദേശത്തിലാണ് പോണത്, എവിടുന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ എന്തായാലും ഞാനുണ്ടാവും. കർണാടകയിൽ, കേരളത്തിലേക്കൊന്നും ഉണ്ടാവില്ല, കർണാടകയിലെ ന്യൂസിൽ എന്തായാലും ഞാനുണ്ടാവും. അപ്പോൾ ഇതാണ് മക്കളെ മൈസൂർ കൊട്ടാരം. ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയുള്ളൂ, അകത്തൊന്നും കയറിയില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു വൈഡ് ഷോട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് കൊട്ടാരം കേട്ടോ, മൈസൂർ കൊട്ടാരം. ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ. 60 രൂപയുള്ളൂ, കുഴപ്പമില്ല. ഫുൾ മീൽ 60 രൂപ. സുഹൃത്തുക്കളെ, അപ്പോൾ മൈസൂരിൽ നിന്ന് വിട്ടു. മൈസൂർ ഉള്ളിലെവിടെയൊന്നും കയറിയില്ല. ജസ്റ്റ് കൊട്ടാരത്തിൻ്റെ ആ ഒരു റൗണ്ട്, പാലസിൻ്റെ ഒരു ചുറ്റും റൗണ്ട് കറങ്ങി വന്നു. ഇനിയിപ്പം ബാംഗ്ലൂർക്ക് പോകാനുള്ള ഇതിലാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി, ഔട്ടറിലേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ബാംഗ്ലൂർക്കുള്ള യാത്രയാണ്. ഈവനിങ് ആയാൽ എവിടെയെങ്കിലും കയറി സ്റ്റേ ആവണം. ഇന്ന് എന്തായാലും ബാംഗ്ലൂരിൽ എത്തില്ല. അപ്പോൾ പോകുന്നിടത്തോളം പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. അപ്പോൾ ഇന്ന് മൈസൂർ ഗംഭീര പരിപാടി നടക്കുന്ന ദിവസം കേട്ടോ. ഇന്ന് നല്ല ഇവിടുത്തെ ദസറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഘോഷം നടക്കുന്ന സമയം. അപ്പോൾ സ്ട്രീറ്റ് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് നൈറ്റ് നിൽക്കാനുള്ളൊരു ഇതില്ല. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ പോവുകയാണ്. കാരണം ഓൾറെഡി ഇപ്പം ഞാൻ എത്തിയത് വളരെ നേരത്തെയാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. നല്ല ദാഹമുണ്ട്, എന്തായാലും ചായ കുടിക്കാം. 1 ഇയർ ഞാൻ എൻ്റെയൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് പേരക്ക കേട്ടോ. അപ്പം ഞാനിവിടെ കണ്ടപ്പോൾ പേരക്ക മേടിച്ചു. അപ്പോൾ ഇവിടെ ഇതുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മീനാമ്പഴം ഉണ്ട്, മാങ്ങ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നി. അപ്പോൾ ഒരെണ്ണം ഞാൻ മേടിച്ചതാ. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ യാത്ര ഏകദേശം തീരാറായി. എന്താ വെച്ചാൽ ഇരുട്ടായി തുടങ്ങി, ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മിക്കവാറും സൈഡാവും. ഇപ്പോൾ ബാംഗ്ലൂർക്കുള്ള യാത്രയിലായിരുന്നു. മണ്ഡ്യ എന്നൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്രയും ദൂരം എത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു പമ്പ് നോക്കിയിട്ട് സ്റ്റേ ചെയ്യും. ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 6 മണിക്കുള്ളിൽ എവിടെയെങ്കിലും സ്റ്റേ ആവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ നിർത്താൻ കാരണം ഇവിടെ നമ്മളെ കേരളം പോലെ തന്നെ പക്ക നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. അല്ലേ, നല്ല നെൽകൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കേരളത്തിൻ്റെ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ കാലത്ത് കാണാം. അപ്പോൾ ഇന്നത്തെ സൈനിങ് ഓഫ്.